മുഖക്കുരു മാറാനും മുഖത്തു വന്ന കറുത്ത പാടുകൾ നീക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു സിമ്പിൾ നാച്ചുറൽ ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്കിൻ നല്ല ബ്രൈറ്റനും ഗ്ലോ ആകാനും സഹായിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. നീം പൗഡർ, ഇത് വേപ്പിലപ്പൊടി, ആര്യവേപ്പിലപ്പൊടിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു വേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള നീം പൗഡർ എടുക്കുക. ഞാൻ 1/2 സ്പൂൺ നീം പൗഡറാണ് എടുത്തിട്ടുള്ളൂ. കാരണം കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കൂടുതലായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരാൾക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ ഫേസിന് നല്ല ഫ്രഷ് ലുക്ക് നൽകും. ഇത് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ ഉണ്ട മഞ്ഞളോ എടുത്താൽ മതി. കറിയിലിടുന്ന മഞ്ഞൾ എടുക്കാൻ നിൽക്കരുത്. ഇത് ഞാൻ ഉണ്ട മഞ്ഞൾ പൊടിച്ച് വെച്ചാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും മഞ്ഞൾ ആഡ് ചെയ്യുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യാറുള്ളത്. നല്ല എഫക്റ്റുള്ള നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് ഉണ്ട മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് പാലാണ്. 1 സ്പൂണ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പാല് സ്കിന്നിന് നല്ല വൈറ്റനിങ്ങും പിന്നെ മോയ്സ്ചറൈസിങ്ങും, നല്ലൊരു മോയ്സ്ചറൈസിങ്ങാണ് പാല്. അതിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് പൊടികൾ. എല്ലാ പൊടികളും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് പൊടികളാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്കൊന്നും കൂടി അത് റിസൾട്ട് കണ്ടപ്പോൾ ഉറപ്പായി, ഷുവറായിട്ടും അത് നല്ല ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറൽ പൊടി തന്നെയാണ് കേട്ടോ. ഇത് ഫേസിൽ തേച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്കത് കഴുകുമ്പോൾ ഉള്ള ഫീലും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ പൊടിയുടെ കയ്പ്പ്. നമ്മൾ കഴുകുമ്പോൾ നല്ല കയ്പ്പ് വരുന്നുണ്ട് വായിലേക്ക്. അപ്പോൾ അത് ഒറിജിനലാണെന്ന് എനിക്ക് 100% ഉറപ്പായിട്ടുണ്ട്, ഷുവറായി. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് നാച്ചുറലായിട്ടായാലും ശരി, നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തുക. ഞാനത് എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും മേലോട്ടാണ് തേക്കേണ്ടത്, താഴോട്ട് തേക്കാതെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് ഒരു 20 മിനിറ്റോ 15 to 20 മിനിറ്റ് 25 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് എന്നിട്ട് കഴുകി വാഷ് ചെയ്ത് എടുത്താൽ മതി സാധാരണ വെള്ളത്തിൽ. ഇതപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വലത് കയ്യിലാണ് ഞാനിന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തത്. എപ്പോഴും ഇടത് കയ്യിലാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് വലത് കയ്യിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുഖക്കുരു വരുന്ന സമയത്ത് ഫേസ് പാക്കുകളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ്. ഈ ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് കുരു വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. അതും കൂടി ഒരു ഗുണമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഫേസിൽ കുരുകൾ പോകാനും കുരു വന്ന കറുത്ത പാടുകൾ പോകാനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണെന്ന്. ഇത് കണ്ടോ, ഞാൻ കുരുള്ള സമയത്താണ് ഇത് തേച്ചത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.